ഈ ഘട്ടത്തിൽ രാഷ്ട്രീയ പാർട്ടിയായി മാറില്ലെന്ന് വ്യക്തമാക്കി CJP. മതനിരപേക്ഷ ജനകീയ കൂട്ടായ്മയായി പ്രവർത്തനം തുടരുമെന്നും സംഘടന അറിയിച്ചു. രാജ്യവ്യാപകമായി സംഘടനയെ വിപുലീകരിക്കുന്നതിന്റെ ഭാഗമായി CJPയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് വഴി അംഗത്വം സ്വീകരിക്കാനുള്ള QR കോഡും പുറത്തിറക്കി. CJP ഫണ്ട് ശേഖരണം നടത്തുന്നില്ലെന്നും സംഘടനയുടെ പേരിൽ പ്രചരിക്കുന്ന വ്യാജ പ്രചാരണങ്ങളിൽ പൊതുജനങ്ങൾ വീഴരുതെന്നും നേതാക്കൾ മുന്നറിയിപ്പ് നൽകി. സെപ്റ്റംബർ മുതൽ രാജ്യവ്യാപക പര്യടനത്തിനും സംഘടന തുടക്കമിടും. ക്യാ ബോൾത്തി പബ്ലിക് എന്ന പേരിലുള്ള ക്യാമ്പയിനിലൂടെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ ജനങ്ങളുമായി നേരിട്ട് സംവദിക്കാനാണ് തീരുമാനം. എല്ലാ ജനാധിപത്യ മതനിരപേക്ഷ കൂട്ടായ്മകളെയും ഒപ്പം ചേർത്ത് മുന്നോട്ടു പോകുമെന്നും നേതൃത്വം വ്യക്തമാക്കി. സംഘടനയുടെ ദേശീയ കൺവീനറായി അഭിജിത് ദേബ്കെയെ നിയമിച്ചു. സൗരവ് ദാസിനെയും അശുഷോത് രംഗയെയും കോ കൺവീനർമാരായി തിരഞ്ഞെടുത്തു. രാജ്യത്തെ 5 സോണുകളായി വിഭജിച്ച് ഓരോ മേഖലയിലും പ്രത്യേക കൺവീനർമാരുടെ നേതൃത്വത്തിൽ പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും CJP അറിയിച്ചു. വിദ്യാഭ്യാസ മേഖലയിലെ പ്രതിസന്ധികളെക്കുറിച്ചും CJP ശക്തമായ വിമർശനം ഉന്നയിച്ചു. സ്കൂൾ ഫീസുകൾ സാധാരണക്കാർക്ക് താങ്ങാനാകാത്ത വിധം ഉയരുകയാണെന്നും കോച്ചിംഗ് സെന്ററുകൾ വിദ്യാഭ്യാസത്തെ ലാഭക്കച്ചവടമാക്കി മാറ്റുകയാണെന്നും സംഘടന ആരോപിച്ചു. വിദ്യാഭ്യാസം പണം സമ്പാദിക്കാനുള്ള മാർഗമായി മാറുകയാണ്. രാജ്യത്തെ 94,000 സ്കൂളുകൾ അടച്ചുപൂട്ടപ്പെട്ടു. സർക്കാർ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം നൽകുന്നില്ല. വിദ്യാഭ്യാസ ചെലവ് സാധാരണ ജനങ്ങൾക്ക് താങ്ങാനാകാത്ത നിലയിലാണ്. ഇതിന് അടിയന്തര മാറ്റം ആവശ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് സമഗ്രമായ മാറ്റം കൊണ്ടുവരികയാണ് സംഘടനയുടെ പ്രധാന ലക്ഷ്യം. വിദ്യാഭ്യാസം എല്ലാവരുടെയും അവകാശമാണ്, കച്ചവട വസ്തുവല്ല എന്നും CJP വ്യക്തമാക്കി. തൊഴിലില്ലായ്മയെയും രാജ്യത്തെ യുവജനങ്ങൾ നേരിടുന്ന പ്രധാന വെല്ലുവിളിയാണെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി. രാജ്യത്തെ ജനസംഖ്യയിൽ 60% യുവാക്കളാണെന്നും ജന്തർ മന്ദറിലെ പ്രതിഷേധത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗവും യുവാക്കളായിരുന്നുവെന്നും CJP പറഞ്ഞു. നീതിന്യായ വ്യവസ്ഥയെയും സംഘടന വിമർശിച്ചു. പണവും അധികാരവുമുള്ളവർക്കാണ് കൂടുതൽ പരിഗണന ലഭിക്കുന്നത്. അത്തരം വ്യക്തികളുടെ കേസുകൾ അർദ്ധരാത്രിയിലും പരിഗണിക്കപ്പെടുകയും അതിവേഗം ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്യുന്നു എന്നാണ് CJPയുടെ വിമർശനം. അതേസമയം രാജ്യത്തെ എല്ലാ പ്രശ്നങ്ങൾക്കും തങ്ങൾക്കൊറ്റയ്ക്ക് പരിഹാരം കണ്ടെത്താനാകില്ലെന്നും എന്നാൽ ജനങ്ങളുടെ ശബ്ദം ശക്തമായി ഉയർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമങ്ങൾ തുടരുമെന്നും CJP നേതൃത്വം വ്യക്തമാക്കി.